ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 12. എന്നെ കരയാൻ അനുവദിച്ചുകൊണ്ട് അവൻ എൻ്റെ കൈകളെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ കൈകളെ നനച്ചുകൊണ്ട് അവൻ്റെ കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങി. കുറ്റബോധത്തിൻ്റെ വല്ലാത്ത പിടിയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പ്രിയപ്പെട്ടവരുടെ വേർപാട് നൽകിയ ആഴത്തിലുള്ള മുറിവിൽ ഞങ്ങൾക്ക് പരസ്പരം താങ്ങും തണലുമാകാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. തെല്ലൊരാശ്വാസമായപ്പോൾ ഞങ്ങൾ അവൻ്റെ വീട്ടിലേക്ക് നടന്നു. ആ രാത്രിയിൽ മമ്മിയുടെ വയറിൽ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ കൂടെ ഉള്ളതുപോലെ തോന്നി. ആ സ്നേഹത്തിൻ്റെ ചൂടിൽ എൻ്റെ ഹൃദയത്തിലെ വേദനകൾക്ക് നേരിയ ശമനം ലഭിച്ചു. എല്ലാം വിറ്റ് വാടക വീട്ടിലാണെങ്കിലും സ്വസ്ഥമായി ജീവിക്കാൻ ഉറച്ചവർ എന്തിനായിരിക്കും ആത്മഹത്യ ചെയ്തത്? എൻ്റെ മനസ്സ് എന്നോട് തന്നെ ചോദിച്ചു. അന്നും ഇന്നും എനിക്കതിന് ഉത്തരമില്ല. പക്ഷെ ചിലതിനൊക്കെ ഉത്തരമായി ചാച്ചൻ്റെ കൈപ്പടയിൽ എഴുതിയ കത്തുമായി പിറ്റേന്ന് അവൻ്റെ ഡാഡി എത്തി. കണ്ണുനീർ അക്ഷരം മറിച്ച ആ കത്തിലെ വരികളിലൂടെ ഞാൻ വിരലുകൾ ഓടിച്ചു. അതിൽ ചാച്ചൻ്റെ കണ്ണീര് പടർന്നിരുന്നു. അത്യഗാധമായ വേദനയോടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആ കത്ത് വായിക്കാൻ തുടങ്ങി. ചാച്ചൻ്റെയും അമ്മയുടെയും പ്രിയപ്പെട്ട മീരമോൾക്ക്. ആദ്യം തന്നെ എൻ്റെ മോളോട് ചാച്ചൻ ക്ഷമ ചോദിക്കുകയാണ്. മടുത്തു മോളെ ഈ ജീവിതം. ഒന്നുമില്ലായ്മയിൽ നിന്നും തുടങ്ങിയതാണെങ്കിലും ജന്മിയായ ചാച്ചനിൽ നിന്നും പാപ്പരായ ചാച്ചനിലേക്കുള്ള ഈ മാറ്റത്തെ അംഗീകരിക്കാൻ ചാച്ചനാകുന്നില്ല. ചുറ്റുമുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെ. എല്ലാവർക്കും നിറഞ്ഞ പരിഹാസം മാത്രമാണ്. ജീവിക്കാൻ അറിയാത്തവൻ എന്ന് ആരൊക്കെയോ പറയുന്നത് പോലെ. എല്ലാത്തിനും നടുവിൽ ഇത്രയും കാലം പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പോൾ ചാച്ചൻ്റെ ചിറകുകൾ തളർന്നു കഴിഞ്ഞു. മാനസിക നില തെറ്റിയ എൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് ഞാൻ ഒരുപാട് ദിവസങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. സമൂഹത്തിന് മുൻപിൽ നാണം കെട്ട് ജീവിക്കുന്നതിലും ഭേദം ഇതാണ്. ചുറ്റുമുള്ളവർക്ക് ചിലപ്പോൾ ഭീരുത്വമായി തോന്നിയേക്കാം. എങ്ങനെയെങ്കിലും ഈ ജീവിതം തിരിച്ചു പിടിക്കാൻ ചാച്ചൻ ഒത്തിരി ശ്രമിച്ചു നോക്കി. ബന്ധുക്കളും പരിചയക്കാരുമായ പലരോടും കൈകൾ നീട്ടി. സത്യത്തിൽ ചാച്ചനൊരു ഭിക്ഷക്കാരനാണെന്ന് പോലും ചാച്ചന് തോന്നിപ്പോയി. പക്ഷേ എല്ലാം വെറുതെയായിരുന്നു. പണമില്ലാത്ത മനുഷ്യൻ പിണത്തിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു പിണമായി മാറുന്നതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നിപ്പോകുന്നു. ഈ അവസാന നിമിഷവും ചാച്ചൻ അറിയില്ല ചാച്ചൻ്റെ തീരുമാനം ശരിയാണോ എന്ന്. പക്ഷേ പരാജയപ്പെട്ട മനുഷ്യനായി ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. കടബാധ്യതകൾ ഒരു ഊരാക്കുടുക്കാണ് മോളെ. ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ തിരിച്ചു കയറാൻ ആർക്കും കഴിയില്ല. 3-4 ദിവസമായി ഞാൻ ഇതേപ്പറ്റി മാത്രമാണ് ആലോചിച്ചിരുന്നത്. പോകുമ്പോൾ മോളെ കൂടി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷേ അത് വേണ്ട. നിന്റെ മുൻപിൽ വലിയൊരു ജീവിതമുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും ആ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള വിദ്യാഭ്യാസവുമുണ്ട്. അതിലൊക്കെ ഉപരിയായി നിന്റെ പ്രാണന്റെ പ്രാണനായ കിച്ചുവുമുണ്ട്. നിന്നെ ഈ ലോകത്ത് തനിച്ചാക്കി പോകുകയാണ് ഞങ്ങൾ. ജീവിതത്തെ നേരിടാനാകാത്ത ഈ ഭീരുവിൻ്റെ വാക്കുകൾക്ക് എത്ര വിലയുണ്ടെന്നറിയില്ല. എങ്കിലും ചാച്ചൻ്റെ മോള് ഞങ്ങളെപ്പോലെ ഭീരുവാകരുത്. ഉയരങ്ങളിലെത്തണം. കിച്ചുവിനോടൊപ്പം സന്തോഷമായി കഴിയണം. ചാച്ചനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ. ഫ്രാൻസിയും ദീനാമയും നിന്നോടൊപ്പം എന്നും ഉണ്ടാകും. പോകുമ്പോൾ നിനക്കായി തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ബാക്കിയില്ല. ഹൃദയം നിറഞ്ഞ 2 ആത്മാക്കളുടെ അനുഗ്രഹം മാത്രം. സാരമില്ല, നിനക്ക് വേണ്ടി ചാച്ചനും അമ്മയും പ്രാർത്ഥിക്കാം. ഒത്തിരി സ്നേഹത്തോടെ മോളുടെ സ്വന്തം ചാച്ചൻ. ഒരു വശത്തെ മീരയ്ക്ക് വേണ്ടി എഴുതിയ കത്തിൻ്റെ മറുവശം കിച്ചുവിന് വേണ്ടിയായിരുന്നു. മോനെ കിച്ചു, നിനക്ക് ജന്മം നൽകിയത് ഫ്രാൻസിസ് ആണെങ്കിലും നിന്നെ ഈ നെഞ്ചിലേറ്റിയാണ് ചാച്ചൻ വളർത്തിയത്. ഈ കൈപിടിച്ചാണ് നീ വളർന്നത്. എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മകൻ. ഈ ചെറുപ്രായത്തിൽ തന്നെ ചാച്ചൻ മോനെ ഒത്തിരി കഷ്ടപ്പെടുത്തി. മോൻ്റെ പഠിപ്പ് പോലും. നിന്റെ പപ്പയ്ക്കും മമ്മിക്കും പോലും ഒന്നുമില്ലാതാകാൻ ചാച്ചനാണ് കാരണം. ഈ ചാച്ചനോട് മോൻ ക്ഷമിക്കണം. പിന്നെ എൻ്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഈ ലോകത്ത് അവളെ വിശ്വസിച്ചേൽപ്പിക്കാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ചെറുപ്പം മുതൽ കാണുന്നതല്ലേ നീ അവളെ. വെറും സൗഹൃദത്തിനപ്പുറം നിങ്ങൾക്കുള്ളിൽ വലിയൊരു പ്രണയമുണ്ടെന്ന് എനിക്കറിയാം. ഈ ലോകത്തിൽ ചാച്ചന് ഏറ്റവും വിലമതിക്കാനാകാത്ത ആ സമ്മാനം അത് ഞാൻ മോന് തരുക. ആ കണ്ണുകൾ നനയാതെ, ഹൃദയം വേദനിക്കാതെ നീ നോക്കണം. പരിശുദ്ധമായ അൾത്താരയ്ക്ക് മുൻപിൽ നിങ്ങൾ ഒന്നിക്കുന്നത് കണ്ണു നിറയെ കാണണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം ബാക്കി വെച്ച് ഞങ്ങൾ പോകുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ അത് നടക്കുമ്പോൾ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കാനായി ജീവിതം നഷ്ടപ്പെട്ട ഈ ആത്മാക്കളുണ്ടാകും. ഞങ്ങളോട് പൊറുക്കണേ. നെഞ്ചിൽ നിറയെ സ്നേഹത്തോടെ കിച്ചുവിൻ്റെയും മീരയുടെയും സ്വന്തം ചാച്ചൻ.
ആ കത്തിൽ നിറഞ്ഞു നിന്ന സ്നേഹം, മകളോടുള്ള വാത്സല്യം, ആ മനസ്സുകളുടെ ആഗ്രഹം എല്ലാം ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. അതുവരെ ഉണ്ടായിരുന്ന സങ്കടങ്ങളെയെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ തന്നെ ആ നിമിഷം ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. അതുവരെ കരയാതിരുന്ന എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മീര, ഇനി ഒരാഴ്ച കൂടിയേ ഞാൻ അവധി നീട്ടി ചോദിച്ചിട്ടുള്ളൂ. ഇനി പോകാതിരുന്നാൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും. ഈ സമയത്ത് നിന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നതോർത്ത് എനിക്ക് എന്തെന്നില്ലാത്ത വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാകും? നമ്മുടെ അവസ്ഥ ഇങ്ങനെയായിപ്പോയല്ലോ. അന്ന് വൈകിട്ട് ഞങ്ങൾ മാത്രമായപ്പോൾ കിച്ചു പറഞ്ഞു, പോകണം, നമുക്ക് ജീവിക്കണം. അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനു വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്? ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കാമോ? ഞാൻ ചോദിച്ചു. എന്താ കാര്യം? സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായും സമ്മതിക്കാം. എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് കിച്ചു അങ്ങനെയാണ് പറഞ്ഞത്. കിച്ചു, ഈ മാനസികാവസ്ഥയിൽ എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ സാധിക്കില്ല. ജോലി സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ചാച്ചൻ തുടങ്ങി വെച്ച സ്ഥാപനങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ പിടിയിൽ നിൽക്കില്ല. ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോയിക്കോട്ടെ. അവിടെയാകുമ്പോൾ ഹോസ്പിറ്റലിലെ ബോണ്ടും ഹോസ്റ്റലിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയും കൂടി കിട്ടിയാൽ എല്ലാം കൂടി ജീവിതം അല്പം തിരക്കിലാകും. ഒന്നും ഓർക്കാതിരുന്നാൽ വേദനകൾക്ക് ഒരാശ്വാസവുമാകും. നീ ഇല്ലാതെ ഈ നാട്ടിൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ലടാ. ഞാൻ എൻ്റെ അവസ്ഥ പൂർണ്ണമായും അവൻ്റെ മുൻപിൽ തുറന്നു വെച്ചു. അതുതന്നെയാ മോളെ ഞാനും ആലോചിക്കുന്നത്. എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായി മമ്മിയിലും ചില മാറ്റങ്ങൾ കാണുന്നു. അവൻ പറഞ്ഞു തീരും മുൻപ് മമ്മി അവിടേക്ക് വന്നു. പറഞ്ഞുകൊണ്ടിരുന്ന മീര അല്പമൊന്ന് നിർത്തി. പിന്നെ ആ ദിവസത്തിൻ്റെ ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലും പോലെ അവൾ പറഞ്ഞു തുടങ്ങി. മേരി എവിടെ കൊച്ചേ? അവളെ ഇങ്ങ് വിളിച്ചേ. കുറച്ച് ദിവസമായി അവൾ എന്നെ കാണാതെ ഒളിച്ചു നടക്കുന്നു. എന്താണെന്നറിയത്തില്ല, വല്ലാത്ത പിണക്കത്തില്ല. ആ വാക്കുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഞങ്ങൾ അറിയാതെ ഞങ്ങളിൽ നിന്നും അകന്നു വേറൊരു ലോകത്തേക്ക് സഞ്ചരിക്കുന്ന മമ്മിയെ. കിച്ചു, എന്താ പറ്റിയേ? മമ്മി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? മീര ഞെട്ടലോടെ ചോദിച്ചു. മീര, അതാ ഞാൻ പറയാൻ തുടങ്ങിയത്. ചാച്ചൻ്റെയോ അമ്മയുടെയും ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ചെത്തിയത് മുതൽ മമ്മി എങ്ങനെയാണ്? അവർ മമ്മിയെ വിട്ടുപോയ സത്യം ആ മനസ്സ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ മമ്മിയെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. ഇനിയും നഷ്ടങ്ങൾ എനിക്ക് താങ്ങാനാവില്ല, അവൻ വേദനയോടെ പറഞ്ഞു. നമുക്ക് തൊടുപുഴയിലുള്ള ബിഷപ്പ് വാലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? അവിടെയാകുമ്പോൾ കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു. ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ ആണെന്ന് തോന്നില്ല. അത് നടക്കില്ലടാ. തൽക്കാലം അവരെ എവിടെയെങ്കിലും താമസിപ്പിക്കണമല്ലോ. മമ്മിയുടെ ആങ്ങളമാർ 2 പേർ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്നുണ്ട്. അവരുമായി സംസാരിച്ചിരുന്നു. മമ്മിയെ അവിടേക്ക് കൊണ്ടുചെല്ലാനാണ് അവർ പറയുന്നത്. പപ്പയ്ക്കും ഒരു മാറ്റം ആവശ്യമാണ്. അവിടേക്ക് പോകാൻ പപ്പയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നീ മാത്രമാണ്. നിന്നെ തനിച്ചാക്കി പോകാനാകില്ല എന്ന് പപ്പ പറയുകയായിരുന്നു. എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാമല്ലോ. ജീവിതം തിരിച്ചു പിടിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരുമിക്കാം. എന്തു പറയുന്നു? മീരയുടെ ചോദ്യം അവൻ എന്തെന്നില്ലാത്ത ആശ്വാസമാണ് നൽകിയത്. പിന്നെ 2 ദിവസത്തിനുള്ളിൽ മമ്മിയും ഡാഡിയും കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോയി. അവരെ കൊണ്ടുവിടാനായി കിച്ചുവും. അന്നു മുതൽ തനിച്ച് ജീവിക്കാൻ മീര പഠിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ മീരയ്ക്ക് കൂട്ടായി ചാച്ചൻ്റെയും അമ്മയുടെയും ഓർമ്മകളുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോയ കിച്ചു തിരിച്ചെത്തുന്നത് അവന് പോകേണ്ട ദിവസത്തിൻ്റെ അന്നായിരുന്നു. മാനസിക നില പൂർണ്ണമായും തകർന്നു പോയ ദീനാമ്മയെ ഹോസ്പിറ്റലിലാക്കി കൂട്ടിനായി ഫ്രാൻസി അങ്കിളിനൊപ്പം മമ്മിയുടെ ആങ്ങളമാരും ഉണ്ടായിരുന്നു. ആ ഗ്രാമം വിട്ടു പോകും മുൻപ് അവർക്ക് യാത്ര പറയാനായി അവരുടെ ചെമ്പകമരവും മാവും മാത്രമായി. അവയെ കെട്ടിപ്പിടിച്ച് അവർ യാത്ര പറഞ്ഞു. ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ അവർ യാത്ര പറയുമ്പോൾ അവരുടെ വേർപാടിനെ ഓർത്ത് പ്രകൃതി കരഞ്ഞതാണോ എന്നറിയില്ല, ഒരിക്കലും ഇല്ലാത്തതുപോലെ അന്ന് തകർത്തു മഴ പെയ്തു. ആ യാത്രയിൽ അവർക്ക് സ്വന്തമെന്ന് പറയാൻ അവരുടെ വസ്ത്രങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രം പാക്ക് ചെയ്തെടുത്ത് ചാച്ചൻ്റെയും അമ്മയുടെയും വല്യമ്മച്ചിമാരുടെയും വല്യപ്പച്ചന്മാരുടെയും കുഴിമാടത്തിൽ കണ്ണുനീർ പൂക്കൾ അർപ്പിച്ച് അവർ ജീവിതയാത്ര ആരംഭിച്ചു. കൂടുതൽ പ്രതീക്ഷകളൊന്നും തരാൻ ഇപ്പോൾ എനിക്ക് സാധിക്കില്ല. ആഴ്ചയിലൊരിക്കൽ നിന്റെ ഹോസ്റ്റലിലേക്ക് വിളിക്കാം. നമുക്ക് പരസ്പരം വിശേഷങ്ങൾ പങ്കിടാം. ഇനി മുന്നോട്ട് നിന്നെ അന്വേഷിക്കാനായി ആരും വന്നെന്നും വരില്ല. എങ്കിലും ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. എന്നും ഞാനുണ്ടാകും. എൻ്റെ മരണം വരെ നിനക്ക് കൂട്ടായി. എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ മീരയെ ഹോസ്റ്റലിലാക്കി പോകും മുൻപ് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ പൂച്ച കണ്ണുകൾ അപ്പോൾ ചുവന്ന് കലങ്ങിയിരുന്നു.
അവൻ്റെ ഹൃദയം മുറിഞ്ഞു ചോര വരുന്നത് മീരയ്ക്ക് കാണാനാകുമായിരുന്നു. അവൻ്റെ മുൻപിൽ കരയാനാകാതെ അവൾ പിടിച്ചു നിന്നു. കിച്ചു, ഈ ലോകത്ത് എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്നെ കാത്ത് ഞാനിവിടെ ഉണ്ടാകും. എന്നെ മറക്കല്ലേടാ. അവന് തന്നെ മറക്കാനാകില്ലെന്നുറപ്പുണ്ടെങ്കിലും അവൻ കേൾക്കാതെ അവനോട് പറയാനുള്ളത് മീര മനസ്സിൽ പറഞ്ഞു. അവൻ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കണ്ണിൽ നിന്നും മറയും വരെ അവൻ മീരയ്ക്ക് നേരെ കൈകൾ വീശി യാത്ര പറഞ്ഞു. പിടിച്ചു നിൽക്കാനാവാതെ അവൾ ഹോസ്റ്റൽ മുറിയിലേക്ക് ഓടി ബെഡിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അപ്പോഴും മീര അറിയുന്നുണ്ടായിരുന്നില്ല മീരയുടെ ജീവിതം മാറുകയാണെന്ന്. ഇനി സന്തോഷമെന്നത് അവൾക്ക് വെറും സ്വപ്നമാണ് എന്ന സത്യം അവൾ അപ്പോൾ മനസ്സിലാക്കിയില്ല. ഒരുപാട് നേരം ബെഡിൽ കമിഴ്ന്നു കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഇടയിൽ ആകാശമേഘങ്ങളെ താണ്ടി ഒരു വിമാനം കടന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ പ്രാണൻ പിടയുന്ന വേദനയായിരുന്നു അവൾക്ക്. അവനെ ഒന്നുകൂടി കാണണമെന്ന് തോന്നിയപ്പോൾ ചാടി എഴുന്നേറ്റ് ബാഗിൻ്റെ സൈഡിൽ വെച്ചിരുന്ന അവൻ്റെ ഫോട്ടോ എടുത്ത് ആ മുഖത്തേക്ക് നോക്കി. അവൻ്റെ പൂച്ചക്കണ്ണുകളിൽ മീരയ്ക്ക് അവളുടെ ലോകം മുഴുവനായി കാണാൻ കഴിഞ്ഞു. അവനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും കൂടുതൽ മനോഹരമായി മീരയുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നു. ഈ ലോകത്ത് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം സൃഷ്ടിച്ച എൻ്റെ രാജകുമാരൻ. മനസ്സ് പറഞ്ഞപ്പോൾ അവൾ ആ മുഖത്ത് അമർത്തി ചുംബിച്ചു. ആഹാ, താൻ ഇവിടെ ഉണ്ടായോ? ഇതെന്താ ഒരു മഴയും വെള്ളപ്പൊക്കവുമൊക്കെ? എന്തു പറ്റി? ആ ചോദ്യവുമായി കടന്നു വന്ന ആളെ മീരയ്ക്ക് സുപരിചിതയായിരുന്നു. ശാലിനി, എന്താ നീ ഇവിടെ? ഞാൻ വിചാരിച്ചു നീ പേരൻസിനൊപ്പം പറന്നിട്ടുണ്ടാകുമെന്ന്. പരിചയമുള്ള ഒരാളെ കണ്ട സന്തോഷത്തിൽ കണ്ണുകൾ അമർത്തി തുടച്ച് മീര അവളുടെ കൈ കവർന്നു. ശാലിനി നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ 4 വർഷവും മീരയ്ക്കൊപ്പം പഠിച്ചവൾ. പ്രവാസികളായ അപ്പൻ്റെയും അമ്മയുടെയും ഏകമകൾ. ജീവിതം ആഘോഷമാക്കി അവളോട് നല്ലൊരു സൗഹൃദം സൂക്ഷിച്ചിരുന്നുവെങ്കിലും ഒരിക്കലും ആ ഗ്യാങ്ങിലേക്ക് ചേരാൻ മീരയ്ക്ക് തോന്നിയിട്ടില്ല. കാരണം പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ലഹരിയുടെയും മീരയ്ക്ക് പരിചയമില്ലാത്ത ഒരു ലോകമായിരുന്നു അവരുടേത്. പക്ഷേ ശാലിനി അവൾ വെറും പാവമായിരുന്നു. എല്ലാവരോടും സ്നേഹമുള്ള നല്ലൊരു കുട്ടി. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എന്നാ ചെയ്യാനാ, എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഞാൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നില്ല. ഒരുവിധം മര്യാദയ്ക്ക് തന്നെ ഓടിച്ചു മുന്നോട്ട് പോയത്. പക്ഷേ ഈ കുഴിയിൽ പെട്ടുപോയി. ഇനി കുറച്ചുനാൾ ഇവിടെ കിടന്നു തുഴയാം. എന്തായാലും ഇപ്പോഴാ ഒരാശ്വാസമായത്. ബോറടിക്കില്ലല്ലോ, നീ എൻ്റെ കൂടെയില്ലേ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു വേദന നിറഞ്ഞു നിന്നത് ശ്രദ്ധിച്ചു. ഡാഡിയും മമ്മിയും അവരിപ്പോഴും അമേരിക്കയിൽ തന്നെയല്ലേ? പരീക്ഷ കഴിഞ്ഞ് മുത്തശ്ശിക്കൊപ്പം പോകുമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ശാലിനിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിക്കാൻ മീര ചോദിച്ചു. സംഗതി അങ്ങനെയൊക്കെ ആയിരുന്നു തീരുമാനം. പക്ഷേ മകളുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയ്ക്കും വേറൊരു പരീക്ഷ എഴുതണമെന്ന് വലിയ ആഗ്രഹം. ചിലതൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളെ കൊണ്ട് തടയാനുമാകില്ല. എന്തായാലും അവർ കൂടി എഴുതട്ടെ എന്ന് ഞാൻ കരുതി. ആ പരീക്ഷയിൽ അവർ ജയിച്ചു, ഈ മകൾ തോറ്റു. എന്തായാലും അമേരിക്ക എന്നുള്ള സ്വപ്നമൊന്നും ഇപ്പോൾ ഈ മനസ്സിലില്ല. തൽക്കാലം ഇവിടെ ഇങ്ങനെ കുറച്ച് നാൾ കൂടി. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കോന്തനെ കണ്ടെത്തണം. പിന്നെ അവനെ പണിക്ക് വിട്ട് ജീവിക്കണം. എന്നതാണെന്നറിയത്തില്ല, വിയർപ്പിൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ട് ഞാൻ പണിക്ക് പോകില്ല. ഇത് സത്യം ശിവം സുന്ദരം. അവൾ പൊട്ടിച്ചിരിക്കുകയാണ്. എങ്കിലും അതിൽ നിറഞ്ഞു നിൽക്കുന്ന വേദന മനസ്സിലാക്കാൻ മീരയ്ക്ക് സാധിക്കുമായിരുന്നു. ഡോ, ഞാനൊരു കാര്യം പറയട്ടെ. പണവും സൗകര്യങ്ങളും അധികമായാലും പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ അങ്ങ് പോകാം. അതൊക്കെ പോട്ടെ, നിന്റെ വിശേഷങ്ങൾ പറ. ശാലിനി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചോദിച്ചു. അല്ലടാ, താൻ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറ. നിന്റെ ഡാഡിയും മമ്മിയും ഒക്കെ അവർ എന്ത് പരീക്ഷ എഴുതിയത്? അവളെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയോടെ മീര ചോദിച്ചു. എടോ, ആ പരീക്ഷയുടെ പേരാണ് ജീവിതം. കുറച്ചുനാൾ ഒരുമിച്ച് ജീവിച്ചപ്പോൾ അവർക്ക് ബോറടിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഡൈവോഴ്സ് വേണം പോലും. നിബന്ധനകളൊന്നുമില്ലാത്ത ഡിവോഴ്സ്. എന്തായാലും ആഗ്രഹിച്ചതല്ലേ, അതങ്ങ് വാങ്ങിച്ചോളാൻ ഞാനും പറഞ്ഞു. അതോടുകൂടി അവർ രണ്ടുപേരും ഹാപ്പി. ഞാനും. മമ്മി ഒരു കാനഡക്കാരനെ കെട്ടിയെന്ന് പറയുന്നു. ഡാഡി ഒരു മെക്സിക്കക്കാരിയെയും. എല്ലാം കഴിഞ്ഞപ്പോൾ മിച്ചമായത് തറവാട് വക കുറേ സ്വത്തും പിന്നെ ശാലിനി എന്ന പെൺകുട്ടിയും മാത്രം. ആ സ്വത്തും കൂടി കൊണ്ടുപോകാൻ അവർ കുറച്ച് വാശി പിടിച്ചതാ. പക്ഷേ മരിക്കുന്നതിന് മുൻപ് മുത്തശ്ശി അത് എൻ്റെ പേർക്ക് എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് അതാർക്കും കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ബാക്കിയായത് ശാലിനി എന്ന ആർക്കും വേണ്ടാത്ത ഞാൻ മാത്രം. മൊത്തത്തിൽ ഫ്രീ ആയിടോ. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. മുകളിലത്തെ ആകാശവും താഴത്തെ ഭൂമിയും എല്ലാം എനിക്ക് സ്വന്തം. പിന്നെ
ഞാൻ എല്ലാ അവധിക്കാലങ്ങളും കാണാൻ പോകാറുണ്ടായിരുന്ന മുത്തശ്ശി അവർ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 20 കൊല്ലമായിടോ. ഓരോ അവധിക്കാലവും ഞങ്ങളുടെ പള്ളിയോട് ചേർന്നുള്ള അനാഥ മന്ദിരത്തിലെ എൻ്റെ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും ഒപ്പമാണ് ഞാൻ ജീവിച്ചത്. എന്തിനാടോ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ സെൻറ്റി അടിപ്പിക്കുന്നത്? ഒരേ ഒരു കാര്യം മാത്രം, എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിൽ പിഴച്ചു നടക്കാൻ ഞാനില്ല. അവൾ പറയുന്നതെല്ലാം മീര ഞെട്ടലോടെ കേട്ടിരുന്നു. എടോ, തനിക്കൊരു കാര്യം അറിയോ? രഹസ്യം പറയുന്നത് പോലെ അവൾ മീരയുടെ കാതിലേക്ക് ചേർന്നിരുന്നു ചോദിച്ചു. അതെ, എൻ്റെ ചെക്കനെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വവും ഇപ്പോൾ എൻ്റെ മാത്രമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു. എന്ത്? നമ്മുടെ ആശുപത്രിയിൽ ഇടയ്ക്കിടെ നല്ല വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ ചികിത്സയ്ക്ക് വരാറുണ്ടല്ലോ. അതിൽ കൊള്ളാവുന്ന കുറേ എണ്ണത്തിന് സോപ്പും വെള്ളവും ഒക്കെ ഒഴിച്ച് പതപ്പിച്ച് ശുശ്രൂഷിച്ചങ്ങ് വിടണം. എന്തിന്? അവൾ പറയുന്നതൊന്നും മനസ്സിലാകാതെ മീര കിളി പോയ മട്ടിലിരുന്നു. അവിടെയാടി ഈ ശാലിനിയുടെ ബുദ്ധി. എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജായി പോകുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാകണം. മക്കൾക്കോ കൊച്ചുമക്കൾക്കോ പരിചയക്കാർക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കിട്ടിയാൽ ചുളിവിലൊരു ചെക്കനെ ഒപ്പിക്കാം. പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കുറച്ച് ശുശ്രൂഷ മാത്രം വേസ്റ്റ്. എല്ലാ ബസ്സിനും കൈ കാണിച്ച് നോക്കണം. ഏതാണോ നിർത്തുന്നത് അതിൽ കയറി അങ്ങ് പോണം. അവൾ തികച്ചും ലാഘവത്തോടെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. എൻ്റെ ഈശോയെ, വെടിമരുന്നിൻ്റെ കൂടെയാണല്ലോ കൂടിയിരിക്കുന്നത്. നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് മീര പറഞ്ഞു. താനും കൂടിക്കോ എൻ്റെ കൂടെ, ഒക്കെ സെറ്റാക്കി തരാം. ശാലിനി അത് പറഞ്ഞിട്ട് വീണ്ടും പൊട്ടിച്ചിരിച്ചു. അയ്യോ, എനിക്ക് വേണ്ടേ, എൻ്റെ ആൾ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ജനനം മുതൽ എനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച എൻ്റെ ചെക്കൻ. ഇനി എത്ര ജന്മം ജനിച്ചു വന്നാലും അവൻ്റെ പെണ്ണായിട്ട് തന്നെ ജീവിച്ചു മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഓർക്കാതെ മീര പെട്ടെന്ന് മറുപടി പറഞ്ഞു. ആഹാ, ഇതായിരുന്നോ നിന്റെ രാജകുമാരൻ? അവളെ കണ്ടപ്പോൾ പിന്നിലേക്ക് മറച്ചു വെച്ച ഫോട്ടോ തട്ടിപ്പറിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എൻ്റെ പൊന്നെ, എന്നാ രസമായി പയ്യനെ കാണാൻ. ആ പൂച്ചക്കണ്ണുകളും മുന്നിലേക്ക് നീണ്ടു കിടക്കുന്ന മുടിയും. എടോ, എൻ്റെ ഉള്ളിൽ പ്രണയം മൊട്ടിട്ടു തുടങ്ങിയെന്നാ തോന്നുന്നത്. പക്ഷേ ഇയാൾ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇത് നിന്റെ ബ്രദർ അല്ലേ? എന്നാൽ നിന്റെ രാജകുമാരൻ്റെ ഫോട്ടോ കൂടി ഒന്ന് കാണിച്ചു തന്നേ. ശാലിനി അവൻ്റെ ഫോട്ടോയിൽ നിന്നും കണ്ണെടുക്കാനാവാതെ ചോദിച്ചു. അത് ഞാൻ. മറുപടി പറയാനാകാതെ മീര വിക്കിക്കൊണ്ടേയിരുന്നു. തൻ്റെ ബ്രദർ അപ്പോൾ എനിക്ക് മച്ചാൻ. അല്ലെങ്കിൽ തന്നെ അങ്ങേരെ കണ്ട കാലം മുതൽ എൻ്റെ ഹൃദയത്തിൻ്റെ പകുതി ഞാൻ അവന് കൊടുത്തതാ. ആ അൺറൊമാൻറ്റിക് മൂരാച്ചിക്ക് പ്രണയവിശപ്പില്ലായിരുന്നു എന്ന് തോന്നുന്നു. സാരമില്ല, ഞാൻ ശരിയാക്കിക്കോളാം. ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല. കൂട്ടുകാരിയുടെ ആങ്ങളെയാകുമ്പോൾ ധൈര്യമായിട്ട് കയറി അങ്ങ് പ്രപ്പോസ് ചെയ്യാം. മുത്തേ, കൂടെ നിൽക്കണേ. ഫോട്ടോയിലേക്ക് നോക്കി റൂമിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, അത് മാത്രം ചോദിക്കല്ലേ, അത് ഞാൻ ആർക്കും തരില്ല. ഇനി 7 ജന്മങ്ങൾ ജനിച്ചു വന്നാലും അവൻ എൻ്റെയാണ്, എൻ്റേതു മാത്രം. അവളുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ തട്ടിപ്പറിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് മീര വിതുമ്പി. അപ്പോൾ സഹോദരനും സഹോദരിയും ഒക്കെ വെറും നാടകമായിരുന്നോ? 4 വർഷം പൂച്ചകൾ കണ്ണടച്ച് പാല് കുടിക്കുകയായിരുന്നു അല്ലേ? എന്നാലും എനിക്കത് മനസ്സിലായില്ലല്ലോ. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. എടോ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? എന്നെപ്പോലെ എത്ര എണ്ണത്തിന് 4 വർഷമാണ് അങ്ങേരെ വായി നോക്കി കളഞ്ഞത്. തിരിച്ചൊരു പുഞ്ചിരി പോലും തരാത്ത പോങ്ങൻ. എടോ, എങ്ങനെയാണ് ഇതിനൊക്കെ സാധിക്കുന്നത്? പരസ്പരം അഗാധമായി പ്രണയിക്കുക, പക്ഷെ അത് ലോകം അറിയാതിരിക്കുക. കർത്താവേ, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. താൻ തന്നെ എടുത്തോ. എന്തായാലും ഒരു പയ്യനെ കൊണ്ടൊന്നും തൃപ്തി അടയാൻ ഞാൻ തയ്യാറല്ല. പറ്റുമെങ്കിൽ ഒരു 20 എണ്ണത്തിനെങ്കിലും പ്രണയിക്കണം. കുറെ കഴിയുമ്പോൾ അതിലാരുടെ കൂടെയെങ്കിലും ജീവിക്കാൻ ഒരു കൊതി തോന്നിയാൽ അന്ന് കല്യാണം. അതാണ് ശാലിനീസ് പോളിസി. തൻ്റെ കിച്ചുവിനെ താൻ തന്നെ എടുത്തോ. ഇന്നു മുതൽ അവൻ എൻ്റെ സഹോദരനാണ്. അപ്പോൾ പിന്നെ നാത്തൂനെ, നമുക്കിവിടെ അങ്ങ് എൻജോയ് ചെയ്താലോ? എൻജോയ്മെൻറ്റിൻ്റെ തുടക്കമായിട്ട് തൽക്കാലം നല്ല വിശപ്പുണ്ട്, പോയി കഴിച്ചിട്ടും വരാം. ശാലിനി മീരയ്ക്കൊരു അത്ഭുതമാകുകയായിരുന്നു. പേര് പോലെ തന്നെ ശാലിനി സുന്ദരി, പക്ഷെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ തനി വെസ്റ്റേൺ പെൺകുട്ടി. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാൻ അവൾ കാണിക്കുന്ന ചങ്കൂറ്റം അത് മീരയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അവളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് മീരയും തീരുമാനിച്ചു. കാരണം ഒരു പൊട്ടിപ്പെണ്ണിൽ നിന്നും വളരേണ്ട അവസ്ഥയിലേക്ക് തൻ്റെ ജീവിതവും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു. പിറ്റേന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് കോളേജ് ഹോസ്റ്റലിലെ ഫോൺ ബെല്ലടിച്ചു.
ഹോസ്റ്റലിലെ നിയമം അനുസരിച്ച് ഏതെങ്കിലും കന്യാസ്ത്രീ അറ്റൻഡ് ചെയ്തിട്ട് ആർക്കാണെന്ന് വിളിച്ചു പറയുകയാണ് പതിവ്. കുറേയേറെ ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാത്തിനും ഉത്തരം കൊടുത്ത് അത് അവർക്ക് ബോധ്യമായാൽ മാത്രം ഫോൺ തരും. ആ കോൾ എനിക്ക് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് വാതിലിന് പുറകിൽ മറഞ്ഞു നിന്നു ബെല്ലിനെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ പാഞ്ഞു വന്ന ശാലിനി ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, ആരാ അത്? ആദ്യത്തെ ചോദ്യം. കിരണോ? മുഴുവൻ പേര് പറ. എന്തിനാ വിളിക്കുന്നത്? അവൾ വെറുപ്പിക്കും പോലെ ചോദിച്ചു. ആരെ കിട്ടാനാ? ആദ്യത്തെ ചോദ്യത്തിന് അവൻ ഉത്തരം പറഞ്ഞെന്ന് തോന്നുന്നു. അവൾ അടുത്ത ചോദ്യം ചോദിക്കാൻ തുടങ്ങി. മീര എലിസബത്ത് വർഗീസോ? ആ പെണ്ണിൻ്റെ ആരാണെന്നാ പറഞ്ഞത്? അവൾ കത്തിക്കയറുകയാണ്. സത്യത്തിൽ കിച്ചുവിനും അത് പേടിയുള്ള കാര്യമാണ്. മീരയുടെ ബ്രദർ ആണെന്ന് പറഞ്ഞു വരുമ്പോൾ പോലും അവന് വല്ലാത്തൊരു വെപ്രാളവും പേടിയും ഒക്കെ കാണാറുണ്ട്. അവളിൽ നിന്നും എങ്ങനെയെങ്കിലും ആ ഫോൺ കൈക്കലാക്കാൻ മീര ഒരു ശ്രമം നടത്തി നോക്കി. അല്ല, തൻ്റെ പേര് കിരൺ ഫ്രാൻസിസ് എന്നല്ലേ? മീര എലിസബത്ത് വർഗീസ്. നിങ്ങളുടെ പേരുകൾ തമ്മിൽ അങ്ങ് സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഈ കൂടപ്പിറപ്പ് ബന്ധം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണമെങ്കിലും സഹോദരനാണ് സഹോദരിയാണ് എന്നൊക്കെ പറയാമല്ലോ അല്ലേ? സത്യം പറ, നീ അവളുടെ കാമുകനല്ലേ? ഇതൊരു കന്യാസ്ത്രീ മഠം നടത്തുന്ന സ്ഥാപനമാണ്. ഇവിടെ ചില നിയമങ്ങളുണ്ട്. ഇവിടെ എന്തോ കള്ളക്കളി ഉണ്ടെന്ന് തോന്നുന്നു. മീര. ചിരി ഒതുക്കിക്കൊണ്ട് അവൾ ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും മീര ആ ഫോൺ കൈക്കലാക്കി തൻ്റെ ചെവിയോട് ചേർത്തിരുന്നു. അതെ, അവൾ എൻ്റെ സിസ്റ്റർ തന്നെയാണ്. പപ്പയുടെ ഫസ്റ്റ് കസിൻ്റെ മോള്. സിസ്റ്ററിന് എന്നെ പരിചയമില്ലാത്തത് കൊണ്ടാ വർഷങ്ങളായി ഞാനാ അവൾക്ക് വേണ്ടി വരാറുള്ളത്. എല്ലാവരും എന്നെ കിച്ചു എന്നാ വിളിക്കുന്നത്. മീര ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അവൻ്റെ ആദ്യ പിടിച്ച ശബ്ദമാണ് കേട്ടത്. എൻ്റെ പൊന്നെ, ഞാൻ മീരയാടാ. ഫോൺ എടുത്തത് കന്യാസ്ത്രീകളൊന്നുമല്ല, ആ വട്ട് കേസ് ശാലിനിയാ. അറിയാതെ നമ്മളെപ്പറ്റി ഞാൻ അവളോട് പറഞ്ഞു പോയി. അതറിഞ്ഞപ്പോൾ തുടങ്ങി ഇളക്കമാ. അതൊക്കെ പോട്ടെ, നിന്റെ വിശേഷം പറ. പപ്പയുടെയും മമ്മയുടെയും വിശേഷം പറ. അവരുടെ അഡ്രസ്സ് കൂടി പറഞ്ഞു തന്നാൽ ഞാൻ പോയി കണ്ടോളാം. മീര പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കർത്താവേ, ഞാനങ്ങ് പേടിച്ചു പോയി. എവിടെ നിന്ന് കുറ്റിയും പറിച്ച് ഇറങ്ങിയേക്കുന്നതാ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ? അവൻ പൊട്ടിച്ചിരിച്ചു. പരിഭവങ്ങൾ മാത്രം നിറയാൻ സാധ്യതയുള്ള ആ ഫോൺ കോൾ വളരെ സന്തോഷത്തിലാണ് അവസാനിച്ചത്. പരസ്പര സ്നേഹത്തോടെ സംസാരിച്ചു വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ അവൻ തൻ്റെ കൂടെയുണ്ടെന്ന് ഒരു തോന്നലും മീരയുടെ ഉള്ളിൽ നിറഞ്ഞു. എടാ, പപ്പ വന്ന് തന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്രസ്സ് ഒന്നും പറഞ്ഞു തരാനായിട്ടില്ല. മമ്മി ഇപ്പോഴും ഹോസ്പിറ്റലിലാ. ഒരുതരം ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. ശരീരം കൊണ്ട് അകന്നിരിക്കുന്നുവെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നിന്നോടൊപ്പമുണ്ട്. കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് ഓരോ മൊബൈലുകൾ വാങ്ങാം. അതാകുമ്പോൾ ഇത്രയും പ്രയാസമില്ലല്ലോ. അവൻ്റെ വാക്കുകൾ മീരയുടെ മനസ്സിനെ വല്ലാതെ തണുപ്പിച്ചു. ഇനി അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് ഫോൺ ചെയ്യാം. എന്തായാലും വഴിയിൽ കിടന്നതാണെങ്കിലും ഒരു കൂടപ്പിറപ്പിനെ കിട്ടിയല്ലോ. അന്വേഷണം പറഞ്ഞേരേ. എന്നാൽ പിന്നെ വെക്കുക കേട്ടോ. കൂടപ്പിറപ്പാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചാൻസ് ഉണ്ടെങ്കിൽ കൃഷ്ണനെ രാധയാകാൻ ഞാനിവിടെയുണ്ട്. പറയുന്നത് ഒട്ടിക്കേട്ടുകൊണ്ടിരുന്ന ശാലിനി നാണമില്ലാതെ വിളിച്ചു കോവി. ഡാ, അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. ഒരേ ഒരു കാര്യം പറഞ്ഞിട്ട് വെച്ചേക്കാം. കിച്ചു പറഞ്ഞു തീരും മുൻപേ അവൾ ഫോണും തട്ടിപ്പറിച്ചിരുന്നു. എന്താ കിരണേട്ടാ? അതെ, ഒരേ സമയം രണ്ടെണ്ണത്തെ കൂടെ കൂട്ടാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ മീര കൊച്ചിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ വീട്ടിലൊരു അടിച്ചുതളക്കാരി ജാനുവിനെ വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ആ പോസ്റ്റിലേക്ക് വരാൻ സമ്മതമാണെങ്കിൽ ഞാൻ റെഡി. കിച്ചു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് മീര വാ പൊത്തിച്ചിരിച്ചു. എൻ്റെ കിരണേട്ടാ, പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. എന്നാലും നിങ്ങൾക്ക് എങ്ങനെ എന്നെ അടിച്ചു തളിക്കാരി ജാനുവാക്കി മാറ്റാൻ തോന്നി? ഒരു പാവം പെണ്ണിനെ വേദനിപ്പിച്ചതിന് നിങ്ങൾക്ക് ശാപം തരാതെ പോകുന്നത് എങ്ങനെയാ? നീയൊക്കെ കെട്ടി പണ്ടാരമടങ്ങി 10-15 കുട്ടികളുമായി നിന്ന് തിരിയാൻ സമയമില്ലാതെ മൂത്ത് നരച്ച് വടിയും കുത്തിപ്പിടിച്ച് ഏണവും കോണവും എന്ന് പറഞ്ഞു നടക്കുന്നത് എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കാണും. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഫോൺ വെച്ചു. എന്നാ ഒടുക്കത്തെ ശാപമാടി ഇത്? ആ പിള്ളേരുടെ എണ്ണം അല്പം കുറയ്ക്കാമായിരുന്നു. ഇതിപ്പോൾ എല്ലാത്തിനെയും ഈ പള്ളയിൽ തന്നെ ഞാൻ ചുമക്കണ്ടേ? അവളുടെ തമാശയ്ക്കൊപ്പം മീരയും തമാശ പറയാൻ ശീലിച്ചു തുടങ്ങിയിരുന്നു. അല്ലടി, നിന്റെ കാമുകൻ്റെ കുഞ്ഞിനെ ഞാൻ ചുമക്കാം. ഒന്ന് പോയേ. നിങ്ങൾ അവിടെ എല്ലാം സെറ്റായിട്ടിരിക്കുക. നിങ്ങളുടെ കൂടെ കൂടിയാൽ എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ ടൈം ഇല്ലാതായി പോകും. മൂത്ത് നരച്ച് പണ്ടാരമടങ്ങി ഞാനിങ്ങനെ നിൽക്കുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോയി വല്ലതും ഉണ്ടോയെന്ന് നോക്കട്ടെ. ശാലിനി കുറുമ്പോടെ അത് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. ചുറുചുറുക്കുള്ള ഒരു യൗവനകാലം ആസ്വദിക്കാൻ അന്ന് വരെ മീരയ്ക്ക് സാധിച്ചിരുന്നില്ല.
അതായിരുന്നു ശാലിനിയിലൂടെ അവളുടെ ജീവിതത്തിൽ പിന്നീട് നടന്നത്. കുറഞ്ഞു കാലം കൊണ്ട് ശാലിനി അവളുടെ മനസ്സിൽ കട്ട പിടിച്ചു കിടന്ന ഇരുട്ടിൽ നിന്നും മീരയെ പുറത്തേക്ക് കൊണ്ടുവന്നു. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കുറച്ച് നല്ല നാളുകൾ. പിന്നെയും ആഴ്ചകൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. സ്ഥിരമായി എല്ലാ ആഴ്ചകളിലും കിച്ചുവിൻ്റെ ശബ്ദം മീരയെ തേടിയെത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ട്രൈബൽ ഡ്യൂട്ടിക്ക് വേണ്ടി 2 ആഴ്ചത്തേക്കിന് അവർക്ക് ഹോസ്റ്റലിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വന്നു. അവർ അവിടെ നിന്നും പുറപ്പെടുന്നത് ശനിയാഴ്ചയായിരുന്നു. ആ വെള്ളിയാഴ്ചയും കിച്ചു വിളിച്ചു. പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവനും നല്ല സന്തോഷമായിരുന്നു. ശാലിനിയും കൂടെയുള്ളതുകൊണ്ട് മീരയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവൻ ആകുലപ്പെട്ടതുമില്ല. എടോ, സന്തോഷമായിരിക്കണം. ഈ യാത്ര ഗുണം ചെയ്യും. പക്ഷേ യാത്രയിൽ എപ്പോഴും കരുതലോടെ ഉണ്ടാകണം. എന്തോ നമ്മുടെ ദുരിതങ്ങളൊന്നും തീർന്നിട്ടില്ല എന്നൊരു തോന്നൽ. ആ കാന്താരി ഒപ്പമുള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, എന്നാലും പറഞ്ഞെന്നു മാത്രം. കിച്ചു സ്നേഹത്തോടെ മീരയെ ഉപദേശിച്ചു. 2 ആഴ്ചത്തെ ട്രൈബൽ ഡ്യൂട്ടി കൊണ്ട് തന്നെ ലോകത്തെ കൂടുതൽ പഠിക്കാൻ മീരയ്ക്ക് സാധിച്ചു. ഒരു സൗകര്യങ്ങളുമില്ലാതെ ജീവിക്കുന്ന സാധാരണ മനുഷ്യർ. എല്ലാം കണ്ട് അവൾക്ക് അവളിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നി തുടങ്ങി. 4 ആഴ്ചയായിരുന്നു ട്രൈബൽ ട്രെയിനിങ്. അത് പെട്ടെന്ന് തന്നെ കടന്നുപോയി. ഓരോ നിമിഷവും കിച്ചുവിൻ്റെ ഓർമ്മകളുമായി മീര സന്തോഷവതിയായിരുന്നു. ഇപ്പോൾ കിച്ചു പോയിട്ട് 2 മാസം. എനിക്ക് പണിയായെന്ന് തോന്നുന്നു. ഹോസ്റ്റലിലെത്തി വാതോരാതെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാലിനി ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എന്തു പറ്റിയടാ? അരിവാൾ ചുറ്റിക നക്ഷത്രം. യുദ്ധം തുടങ്ങുകയാണ് മോളെ. ഇനി അതിനെ തടയാനാകില്ല. ഇനി അങ്ങോട്ട് ചുവപ്പ് കൊടിയുടെ വിപ്ലവമാണ്. രക്തവിപ്ലവത്തിന് സാക്ഷിയാവാൻ ഒരു വീരയോദ്ധാവ് കൂടി. അത് പറഞ്ഞിട്ട് അവൾ വാഷ്റൂമിലേക്ക് ഓടി. ശാലിനിയുടെ വാക്കുകൾ മീര ഞെട്ടലോടെയാണ് കേട്ടത്. കർത്താവേ, എനിക്ക് അവസാന പീരീഡായ ദിവസം പോലും ഓർക്കുന്നില്ല. ഏകദേശം 2.5 മാസമെങ്കിലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മാതാപിതാക്കളുടെ മരണവും കിച്ചുവിൻ്റെ വേർപാടും ആശുപത്രി ഡ്യൂട്ടിയുടെ തിരക്കും ശാലിനിയുടെ സൗഹൃദവും എല്ലാം കൂടി വന്നപ്പോൾ താൻ തന്നെ മറന്നുപോയിരിക്കുന്നു. അതെന്തായിരിക്കും ഇത്ര വൈകുന്നത്? സ്വയം ചോദിച്ചുകൊണ്ട് ഞെട്ടലോടെ ബെഡിലേക്കിരിക്കുമ്പോൾ മീരയുടെ മനസ്സിലേക്ക് ആ രാത്രിയും കിച്ചുവും ചെമ്പകമരവും ഒക്കെ കടന്നു വന്നു. അവൾക്ക് തല കറങ്ങും പോലെ തോന്നി. ആ ശരീരം വിറച്ചു. അകാരണമായ ഭയം അവളെ പൊതിഞ്ഞു. അവൾ നീണ്ടു നിവർന്നു കിടന്നു. ഭയം മുന്നിൽ നിന്നപ്പോഴും ക്ഷീണത്താൽ അവളുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞുപോയി. എവിടെ നിന്നോ അലറിക്കരയുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശബ്ദം. എവിടെ നിന്നാണത് കേൾക്കുന്നത്? അവൾ കാതു കൂർപ്പിച്ച് ചുറ്റും നോക്കി. അത് വളരെ അടുത്തു നിന്നാണ്. തൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നാണ് ആ ശബ്ദം. ചെറിയൊരു മയക്കത്തിലേക്ക് വീണുപോയ മീര ഭയാനകമായ ആ സ്വപ്നം കണ്ടുണർന്നു. ഒരുപക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമോ? ആ ചോദ്യം മീരയിൽ നിന്നും മുഴങ്ങുമ്പോൾ അവൾ തികച്ചും നിസ്സഹായമായ അവസ്ഥയിലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും പേടിക്കാനൊന്നുമില്ല. തൻ്റെ കുഞ്ഞിന് അവകാശിയുണ്ട്. എങ്കിലും ചിന്തകളുടെ ഭാരം മീരയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. കേരളത്തിലെ വെറും സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി വിവാഹിതയാകാതെ ഗർഭിണിയാകുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പോലും അംഗീകാരമുള്ളതല്ല. അപ്പോൾ അന്നത്തെ മീരയുടെ അവസ്ഥ ഊഹിക്കാൻ പോലും പറ്റില്ല. താനിരുന്ന് സ്വപ്നം കാണുവാണോ? ഓ, പണ്ടാരമടങ്ങാൻ അത് തന്നെ. ഇനി 5 ദിവസത്തേക്കിന് അടങ്ങി ഒതുങ്ങി കഴിയണം. അവസ്ഥ അല്ലാതെന്തു പറയാൻ? എടോ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ കർത്താവിന് ഒരു തിരിച്ചുഭേദമില്ലേ എന്ന്. ഈ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് എന്തിനാ ഇതൊക്കെ? എന്തായാലും കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തുകൂടെ? അതും പറഞ്ഞ് ശാലിനി ബെഡിലേക്ക് കമിഴ്ന്നു വീണു. അന്ന് അവളുടെ തമാശകൾ മീരയെ ചിരിപ്പിച്ചില്ല. അവൾ അവളെപ്പറ്റി മാത്രമായുള്ള ആലോചനയിലായിരുന്നു. ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കണം. താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ അതിനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ആശുപത്രിയിൽ വെച്ച് അങ്ങനെ ഒരു പരിശോധന നടത്തിയാൽ കന്യാസ്ത്രീകളിൽ നിന്നും വിവരം മറച്ചു വയ്ക്കാനാകില്ല. പിന്നെ എന്താണൊരു മാർഗം? മീര ആലോചിച്ചു. ചില ശാരീരിക മാറ്റങ്ങളെ വെച്ച് ചിലതൊക്കെ മനസ്സിലാക്കാനാകും. സ്വയം പരിശോധന നടത്താനായി അവൾ വാഷ്റൂമിലേക്ക് നടന്നു. അവൾ അവളെ തന്നെ പഠിക്കുകയായിരുന്നു. പൊതുവെ മെലിഞ്ഞ ശരീരപ്രകൃതമായിരുന്ന അവളുടെ ശരീരത്തിൽ എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മാറിടത്തിൽ. പഠിക്കുന്ന സമയത്ത് പഠിച്ചു വെച്ച ചില കാര്യങ്ങൾ അവളിൽ തന്നെ അപ്ലൈ ചെയ്തു നോക്കിയപ്പോൾ അവൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. പക്ഷേ ഉറപ്പിക്കണമല്ലോ. വീണ്ടും അവളിലേക്ക് മാത്രമായി കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. ഗർഭിണിയായിരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ആദ്യത്തെ അവസ്ഥയായ ക്ഷീണം, അത് തനിക്ക് നന്നായുണ്ട്. പക്ഷേ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അത് പ്രഗ്നൻസിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. മാതാപിതാക്കളുടെ മരണവും തൻ്റെ ജീവിതത്തിൽ നടന്ന ബാക്കി കാര്യങ്ങളുമെല്ലാം തന്നെ വല്ലാതെ ക്ഷീണിതയാക്കിയിരിക്കുന്നു. 2ാമത്തെ ലക്ഷണമായ ഛർദിലോ മനം പുരട്ടലോ ഒന്നും തനിക്കില്ല. അതുകൊണ്ട് മാത്രം പ്രഗ്നൻ്റ് അല്ലെന്നും പറയാനാകില്ല.
ചില ആളുകളിൽ പ്രഗ്നൻസിയിൽ ആ ലക്ഷണങ്ങളൊന്നുമില്ലെന്നും വരാം. അവളുടെ മനസ്സ് ഭയത്താൽ വിറയ്ക്കാൻ തുടങ്ങി. ആകെയുള്ള ആശ്വാസം കിച്ചുവാണ്. അവനോട് പറയണം, അല്ലാതെ മറ്റു വഴികളൊന്നുമില്ല. സാധിക്കുമെങ്കിൽ ഒരു 10 ദിവസത്തെ ലീവ് എടുത്ത് വന്ന് വിവാഹം നടത്തി തിരിച്ചു പോയില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്നും പോകും. അവളുടെ ഉത്സാഹമെല്ലാം നഷ്ടപ്പെട്ടു. ആ രാത്രിയുടെ പാപഭാരം. എടോ, ഈ വീക്കെൻഡ് നമുക്ക് എൻ്റെ തറവാട്ടിലേക്ക് പോയാലോ? നിനക്ക് അവിടെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ ഹോസ്റ്റൽ വാസമങ്ങ് ഒഴിവാക്കാം. 2 പേർക്കും കൂടെ അവിടെ അങ്ങ് കൂടാം. എന്തു പറയുന്നു? ചിന്തകളിൽ മുഴുകിയിരുന്ന അവളോട് ശാലിനി ചോദിച്ചു. ആ ചോദ്യം മീരയുടെ മനസ്സിൽ പുതിയൊരു വെളിച്ചം നൽകി. കിച്ചുവിനെ വിളിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട. ശാലിനിയുടെ കൂടെ അവളുടെ തറവാട്ടിലേക്ക് പോയാൽ സ്വകാര്യമായ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ സാധിക്കും. പുതിയൊരു അന്തരീക്ഷം മനസ്സിന് മാറ്റമാവുകയും ചെയ്യും. പോകാം ശാലിനി, നീ പറയുന്നത് പോലെ ആകട്ടെ, അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ശാലിനിയെപ്പോലെ ഒരു കൂട്ടുകാരിയെ ആ സമയത്ത് കിട്ടിയത് ദൈവാനുഗ്രഹമാണെന്ന് മീര വിശ്വസിച്ചു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ തൻ്റെ രാജകുമാരൻ്റെ കൈകൾ കോർത്തു പിടിച്ച് തൻ്റെ ഉള്ളിലെ പ്രാണന്റെ തുടിപ്പിനെ ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ കൊണ്ടുവരണം. അതാണ് ചാച്ചനോടും അമ്മയോടും താൻ ചെയ്യുന്ന വലിയ സത്യം. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. കൂട്ടുകാരെ, അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്. കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുതേ.